ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു DIYയുമായാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ഇന്ന് ഞാൻ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സിപ്പ് പൗച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായി 3 തുണികളാണ് വേണ്ടത്. 3ൻ്റെയും നീളം 11 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുമാണ്. പിന്നെ വേണ്ടത് ഒരു 9 ഇഞ്ചിൻ്റെ സിപ്പറാണ്. ഇത് 3 തുണികളും വ്യത്യാസമുള്ള തുണികളാണ്. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൻ്റെ ഒരു തുണിയാണ്. പിന്നെ ഞാനൊരു ഷിഫോണിൻ്റെ പോലെയുള്ളൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചുരിദാറിൻ്റെയൊക്കെ കഴുത്ത് തയ്ക്കാൻ നമ്മൾ എടുക്കുന്ന ക്യാൻവാസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സഞ്ചി ക്ലോത്തും എടുക്കാം. ആദ്യം ചെയ്യേണ്ടത് എടുത്തിരിക്കുന്ന ഈ തുണിയെയും ക്യാൻവാസിനെയും ഒരുമിച്ച് വെച്ച് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഈ സിപ്പർ എടുക്കുക. അതിൻ്റെ നല്ല വശം, തുറക്കുന്ന വശത്തിൻ്റെ മുകളിൽ ഈ എടുത്തിരിക്കുന്ന കട്ടിയുള്ള കോട്ടൻ്റെ ക്ലോത്ത് ഇതുമാതിരി ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകൾ വശത്ത് വെച്ച് ഞാൻ ഇതുപോലെ സിപ്പർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതേ തുണി തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മറ്റേ സൈഡും മുകൾ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് സിബിൻ്റെ ബാക്ക് വശത്ത് ഈ തുണിയുടെ നല്ല ഭാഗം ഇതുപോലെ വരുന്ന തരത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മറ്റേ വശം ഇതിൻ്റെ ഈ സൈഡിലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ 2 വശത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് 2 വശത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെ മാത്രമേ ചെയ്യണ്ടൂ. ഇത്രയും ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഗ്യാപ്പിലെ കൂടി ഈ തുണിയെ പുറത്തേക്ക് എടുക്കണം. നേരത്തെ നമ്മൾ ഇതിലേ കൂടിയാണ് തുണിയെ പുറത്തെടുത്തത്. ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.